ഒരു 90% ആളുകൾക്കും അറിയാവുന്ന സംഭവമാണ് ഫോൺ പേയിലൂടെ എങ്ങനെ വാട്ടർ ബില്ല് അടയ്ക്കാം എന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫോൺ പേയിലൂടെ എങ്ങനെ വാട്ടർ ബില്ല് അടയ്ക്കാം, ഗൂഗിൾ പേയിലൂടെ എങ്ങനെ വാട്ടർ ബില്ല് അടയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഫോൺ പേയിലൂടെ മാത്രമല്ല പേടിഎമ്മിലൂടെ എന്നല്ല സകലമായ ആപ്പിലൂടെ നിങ്ങൾക്ക് വാട്ടർ ബില്ല് അടയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളതാണ്. ഫോൺ പേയിലൂടെ എങ്ങനെ വാട്ടർ ബില്ല് അടയ്ക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിക്കൊള്ളട്ടെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതും കൂടെ ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കും. ഫോൺ പേയിലൂടെ വാട്ടർ ബില്ല് അടയ്ക്കാൻ വേണ്ടി നമ്മൾ നേരെ ഫോൺ പേ ആപ്പിലോട്ട് പോവുക. നേരെ നമ്മൾ അവിടെ നമ്മൾ റീചാർജ് ആൻഡ് പേ ബിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ സി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അതിൽ നമുക്ക് കാണാം വാട്ടറിൻ്റെ സിമ്പൽ, വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ആ വാട്ടറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. വാട്ടറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് കേരള വാട്ടർ അതോറിറ്റിയാണ്. അപ്പോൾ നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് കണക്ഷൻ ID വേണം. അതായത് നമ്മുടെ നമ്പർ, നമ്മുടെ കണക്ഷൻ ID, വാട്ടർ കണക്ഷൻ്റെ ID നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ ഇവിടെ 42 42 42 42 11 27 74 11 27 74 ഇതാണ് എൻ്റെ ID. ഞാനത് കൺഫേം ചെയ്യുന്നു. യു ഹാവ് നോ പെൻഡിങ് ബിൽ എന്നാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഓൾറെഡി പെയ്ഡ് ആയതാണ്, അതുകൊണ്ട് പെൻഡിങ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കൺഫേം നടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബില്ല് പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പോകും. അവിടെ നമുക്ക് ബില്ല് എത്ര എമൗണ്ട് ആണോ അത് നമുക്ക് അവിടെ പേ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും, അവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബൈ.